Good morning, dear students. Today we are going to study about the topic diagrams. Okay. Among that, the first one is bar diagram. In bar diagram, the data is plotted on x and y axis as bars. Bar diagram നമ്മൾ ഡേറ്റ എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് ആക്സിസുകളിൽ ഒരു ബാറിൻ്റെ രൂപത്തിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, റെക്റ്റാങ്കുലർ ബാർസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദ വാല്യൂസ് ദേ റെപ്രസെൻറ്റ്. ആ ബാർസിൻ്റെ ലെങ്ത് കാണിക്കുന്നതായിരിക്കും അതുമായി റിലേറ്റ് ചെയ്ത ഡേറ്റ. അതുപോലെ അതിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് പറയുന്നതിന് വലിയ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല, ഒരേപോലെയുള്ള തിക്നെസ്സാണ് കൊടുക്കുന്നതെന്ന് മാത്രം. അതല്ലാതെ അതനുസരിച്ച് വാല്യൂവിന് ഇമ്പോർട്ടൻസോ കാര്യങ്ങളോ ഇല്ല. നൗ ടൈപ്സ് ഓഫ് ബാർ ഡയഗ്രാംസ് ഓർ ബാർ ചാർട്ട്സ്. മെയിനായിട്ട് 4 ടൈപ്പ് ബാർ ഡയഗ്രാംസ് ആണുള്ളത്. സിമ്പിൾ ബാർ ചാർട്ട് അഥവാ വെർട്ടിക്കൽ ബാർ ചാർട്ട്, ഹൊറിസോണ്ടൽ ബാർ ചാർട്ട്, മൾട്ടിപ്പിൾ ബാർ ചാർട്ട് ആൻഡ് സബ് ഡിവൈഡഡ് ബാർ ചാർട്ട്. ഒരു ബാർ ചാർട്ട് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസാണ് ഈ കാണിച്ചേക്കുന്നത്. എല്ലാ ബാർസും ഒരേ ബേസ് ലൈനിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അതായത് ഒരു എക്സ് ആക്സിസ് നമ്മൾ വരയ്ക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വൈ ആക്സിസ് വരയ്ക്കുവാണെങ്കിൽ എല്ലാ ബാർസും അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം, ഒരു ബേസ് ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ലെങ്ത് ഓഫ് ദ ബാർസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദ ഡേറ്റ റെപ്രസെൻറ്റഡ് ബൈ ദം. നമ്മളതുപോലെ ഏത് സ്കെയിൽ യൂസ് ചെയ്യണം, 0, 10, 20 ആ രീതിയിൽ ഡേറ്റ എടുക്കണോ, അതോ 20, 40, 60 അങ്ങനെ എടുക്കണോ, 500, 1000, 1500 അങ്ങനെ എടുക്കണം എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡേറ്റയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ സ്കെയിൽ ചൂസ് ചെയ്യുന്നത് ക്വസ്റ്റ്യനിലെ ഡേറ്റയെ ഡിപ്പെൻഡ് ചെയ്താണ്. ഫോർത്ത് വൺ, ദ ഇൻ്ററിങ് ഗ്യാപ്സ് ബിറ്റ്വീൻ ദ ബാർ ഷുഡ് ബി യൂണിഫോം. ബാറുകളുടെ ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്സ് എപ്പോഴും ഒരേപോലെ ആയിരിക്കണം, യൂണിഫോം ആയിരിക്കണം. അതുപോലെ തന്നെ ബാർ ചാർട്ടിൻ്റെ വിഡ്ത്തിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. Now let us move to one question. The question is to construct a bar diagram using the data given. Okay, suppose that the profit for some years are given as profit amount as well as year is given. ഇവിടെ ക്വസ്റ്റ്യനിൽ ഹെഡിങ് മാറിയിരിക്കും കേട്ടോ, ആ ഡേറ്റ കോളത്തിൽ. അത് ഞാൻ വീണ്ടും ഒന്നുകൂടെ നോക്കിയത്. ഇയർ ആണ് 1990, 1991, 92, 93. അതേസമയം പ്രോഫിറ്റാണ് ആ 40, 60, 45, 15 എന്ന് പറയുന്നത്. ആ ഹെഡിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുവാണേ. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ഇയറും തന്നിട്ടുണ്ട്, അതിൻ്റെ പ്രോഫിറ്റും തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ടൊരു ബാർ ചാർട്ട് വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുന്നു. സിമ്പിൾ ബാർ ചാർട്ടാണ്. സിമ്പിൾ ബാർ ചാർട്ടിൽ ചെയ്യുന്നത് എക്സ് ആക്സിസിൽ നമ്മൾക്ക് തന്നിരിക്കുന്ന ഡേറ്റയിൽ കോൺസ്റ്റൻറ്റ് ഡേറ്റേനെ മാർക്ക് ചെയ്യും. ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്ന എന്താണ്, വർഷമാണ് ഫിക്സഡ് ആയിട്ടുള്ളത്. അപ്പോൾ വർഷമായിട്ടുള്ള 1990, ദെൻ അടുത്ത വർഷം 1991, 1992, 1993 അത് മാർക്ക് ചെയ്യുന്നു. ഇവിടെ വീണ്ടും 1991 വരെ 1960 എന്നാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അങ്ങനല്ല കേട്ടോ, 1991 എന്നാണ്. അപ്പോൾ അത് മാർക്ക് ചെയ്തു. യൂണിഫോം ഡിസ്റ്റൻസിലാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി ബാർസ് വരയ്ക്കണം. ബാർസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡേറ്റ നോക്കുമ്പോൾ 15, 45 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ 5, 10, 20 എന്ന രീതിയിൽ ഡേറ്റേനെ വൈ ആക്സിസിൽ കൊടുക്കാം, അതല്ലെങ്കിൽ 10, 20, 30 എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇവിടെ 10, 20, 30, 40 എന്ന് പറഞ്ഞ് വൈ ആക്സിസിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, അതിൽ 1990യുടെ വാല്യൂ നോക്കുക, എത്രയാണ്, 40. സോ ആ ബാറിൻ്റെ ലെങ്ത് 40 വരെ ആയിരിക്കും പോവുക. ദെൻ അടുത്തത് 1991 60 ആണ് ഡേറ്റ. അപ്പോൾ 60 എന്ന് പറയുന്ന ലെങ്ത് വരെ, വൈയുടെ നേരെ 60 വരുന്ന അത്രയും ഭാഗം വരെ ആ ബാറിൻ്റെ ഹൈറ്റ് പോകും. ദെൻ 1992
45 ആണ്, അത് മാർക്ക് ചെയ്തു. അതുപോലെ 1993 15 ആണ്, 10-ൻ്റെയും 20-യുടെ ഇടയിൽ വരും, അതും മാർക്ക് ചെയ്തു. അപ്പോൾ ഇതിനിപ്പം ജസ്റ്റ് ഒരു ഷെയ്ഡ് കാണിച്ചിരിക്കുന്നുണ്ടോ, വേണമെങ്കിൽ ഫുൾ ബാർസിന് ഷെയ്ഡ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഡിസൈനും ഇല്ലാതെ കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഒരു ബാർ ഒരു കളർ, അടുത്ത ബാർ അടുത്ത കളർ, അങ്ങനെ കൊടുക്കരുത്. കാര്യം ഇത് യൂണിഫോം ബാർസാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും ഒരേ ഡിസൈൻ കൊടുക്കുക, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് കൊടുക്കുക. ഇനി ഹൊറിസോണ്ടൽ ബാർ ചാർട്ട്. ഹൊറിസോണ്ടൽ ബാർ ചാർട്ട് എന്ന് വെച്ചാൽ ഈ ഇപ്പോൾ പഠിച്ച സാധനം ജസ്റ്റ് ഒന്ന് തലതിരിച്ച് വരും. അതായത് എക്സ് ആക്സിസിൽ നിന്ന് ബാർ തുടങ്ങുന്നതിന് പകരം വൈ ആക്സിസിൽ നിന്നായിരിക്കും ബാർ തുടങ്ങുന്നത്. അതാണ് ഇതിൻ്റെ വ്യത്യാസം. സാധാരണഗതിയിൽ ഹൊറിസോണ്ടൽ ബാർ ചാർട്ട്സ് നമ്മൾ യൂസ് ചെയ്യാറില്ല. ക്വസ്റ്റ്യന് ചോദിച്ചാൽ മാത്രം, പരീക്ഷയ്ക്ക് ചോദിച്ചാൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം മനസ്സിലാക്കി വെക്കുക, വൈ ആക്സിസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഹൊറിസോണ്ടൽ ബാർ ചാർട്ട്. അപ്പോൾ ഈ കേസിൽ ഫിക്സഡ് ആയിട്ടുള്ളത് വൈ ആക്സിസിൽ കാണിക്കണം. ഇപ്പോൾ ഈ ഒരു ഡേറ്റയിൽ തന്നിരിക്കുന്നത് കുറച്ച് കണ്ടീഷൻസും അതുപോലെ ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. ഹീറ്റിംഗ്, ലൈറ്റിംഗ്, കുക്കിംഗ് എന്നും പറഞ്ഞിട്ട് തന്നിട്ട് അതിൻ്റെ ടെമ്പറേച്ചേഴ്സ് എന്നും പറഞ്ഞ് ജസ്റ്റ് ഒരു വാല്യൂ തന്നേക്കുവാണ്. ഓക്കെ, ഇതൊക്കെ ഒരു എക്സാമ്പിളാണ്, അല്ലാണ്ട് ഒറിജിനൽ വാല്യൂസൊന്നും അല്ല. ദെൻ അപ്പോൾ ഹീറ്റിംഗ് 27 ആണ്. അപ്പോൾ ഹീറ്റിംഗ് കാണിച്ചു. ഹീറ്റിങ്ങിൻ്റെ നേരെ എക്സ് ആക്സിസിൽ 27 വരുന്നവരെ കൊണ്ടുപോയി. ആ രീതിയിൽ ബാർസ് കൺസ്ട്രക്ട് ചെയ്യുന്നു. അത് വൈ ആക്സിസിൽ നിന്ന് തുടങ്ങുന്നത് കൊണ്ടാണ് ഇതിനെ ഹൊറിസോണ്ടൽ ബാർ ചാർട്ട് എന്ന് പറയുന്നത്. നമ്മൾ നോക്കാൻ നേരത്ത് നമ്മുടെ എക്സ് ആക്സിസിന് ഹൊറിസോണ്ടലായിട്ടല്ലേ എല്ലാം പോകുന്നത്, അതാണ് അത് ഹൊറിസോണ്ടൽ ബാർ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ ബാർ ചാർട്ടിനെ വെർട്ടിക്കൽ ബാർ ചാർട്ട് എന്ന് പറയും. ബിക്കോസ് എക്സ് ആക്സിസിന് വെർട്ടിക്കലായിട്ടാണ് ബാർസ് പോകുന്നത്. Now comes multiple bar diagram. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാതെ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. യു ക്യാൻ റൈറ്റ് ഡൗൺ ദ ക്വസ്റ്റ്യൻ. ഫോളോയിങ് ടേബിൾ റിഫ്ലെക്ട്സ് the export and import value of Bharat Petroleum Corporations Limited from 2015 to 2018. Indicate the date in a compound bar chart. മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിനെ തന്നെ വിളിക്കുന്ന പേരാണ് കോമ്പൗണ്ട് ബാർ എന്നും കേട്ടോ, കോമ്പൗണ്ട് ബാർ ചാർട്ട്. അതിൻ്റെ ഡേറ്റയാണ് ഈ തന്നേക്കുന്നത്. ഇയർ 2015, 16, 17, 18. എക്സ്പോർട്ടിൻ്റെ വാല്യൂ, ഇമ്പോർട്ടിൻ്റെ വാല്യൂ. ഇവിടെ എന്ന് വെച്ചാൽ ഒരേ വർഷം 2 ഡേറ്റാസ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡേറ്റാസ് ഒരേ വർഷത്തിന് തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഡേറ്റ വെച്ചിട്ട് വരയ്ക്കുന്ന ഡയഗ്രാംസാണ് മൾട്ടിപ്പിൾ ഡയഗ്രാംസ്. അവിടെ എന്ന് വെച്ചാൽ കോൺസ്റ്റൻറ്റ് ടേമിനെ ഒരു വട്ടം കാണിച്ചാൽ മതി. ഇപ്പോൾ വർഷമാണെങ്കിൽ വർഷമൊക്കെ കോൺസ്റ്റൻറ്റ് അവിടെ അതുപോലെ തന്നെ എഴുതുന്നു. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോലെ എക്സ്പോർട്ടിൻ്റെ വാല്യൂസ് ബാർ ഡയഗ്രമായിട്ട് എല്ലാത്തിൻ്റെയും മാർക്ക് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ഇനി എന്ത് ചെയ്യണം, ഇമ്പോർട്ടിൻ്റെ മാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് അതാത് വർഷത്ത് തന്നെ എക്സ്ട്രാ ഒരു ബാർ കൂടെ വരച്ച് കയറ്റുക. അതായത് ആദ്യത്തെ ബാറും ഈ ബാർ തമ്മിൽ ചേർന്ന് തന്നെ ഇരിക്കണം. അതിന് ശേഷം വേണം ആ ഒരു വിഡ്ത്ത് അല്ലെങ്കിൽ ആ ഗ്യാപ്പ് വരാൻ. ആ രീതിയിൽ കൺസ്ട്രക്റ്റ് ചെയ്യുക. അങ്ങനെ കിട്ടുന്നതാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. Then comes subdivided bar diagram. In this diagram, every column is divided into certain parts to represent different phenomena for the same period or same place. ഇവിടെ ചെയ്യുന്നത് വലിയ നീളത്തിലെ ബാർസ് എടുത്തിട്ട് അതിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ ചില പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ക്വസ്റ്റ്യൻ: The monthly expenditure of 3 families. Monthly expenditure of 3 families are
given below. Based on that, construct a subdivided bar diagram. ഇതാണ് ക്വസ്റ്റ്യൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. 3 ഫാമിലീസാണ്, എയും ബിയും സിയും. ഓക്കെ, അവരുടെ എക്സ്പെൻസിൻ്റെ ഡീറ്റെയിൽസ്, ഫുഡ്, എഡ്യൂക്കേഷൻ, മിസലേനിയസ്, ടോട്ടൽ, ഈ രീതിയിൽ അവരുടെ എക്സ്പെൻസും തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബാർ ഡയഗ്രാം വരയ്ക്കണം. സബ് ഡിവൈഡറിൻ്റെ പ്രത്യേകത നോക്കുക. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത് എക്സ് ആക്സിസിൽ തന്നെ എഴുതി. ഫാമിലി എ ആണ് കോൺസ്റ്റൻറ്റ്, അപ്പോൾ എ എന്ന് ജസ്റ്റ് കാണിച്ചു. അതിൻ്റെ മുകളിലോട്ടൊരു ബാറ് വരും. ആ ബാറ് വരുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത് മാക്സിമം വാല്യൂലായിരിക്കും. അതായത് ടോട്ടൽ വാല്യൂ, ഏറ്റവും ടോട്ടൽ എത്രയാണ്? ഫാമിലി എയുടെ 35. അപ്പോൾ 35 വരുന്ന വലിയൊരു ബാർ വരച്ച് വെച്ചേക്കുക. അടുത്ത ഫാമിലി ബി 50 വരെ വരുന്നത് വരച്ച് വയ്ക്കുക. അടുത്തത് 25 വരെ വരുന്നത് ജസ്റ്റ് ബാർസ് മാത്രം വരച്ച് വയ്ക്കുക. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഇനി ഇതെങ്ങനെ ഡേറ്റ ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. ഫാമിലി എക്ക്, ബിക്ക്, സിക്ക് ഇതിനൊക്കെ പല ഹെഡിങ്സിൽ എക്സ്പെൻസ് വരുന്നുണ്ട്. ലൈക്ക് ഫുഡ്, എഡ്യൂക്കേഷൻ, മിസലേനിയസ്, ടോട്ടൽ. അപ്പം 4നെ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു സിമ്പിൾ കാണിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഏത് സിമ്പിളാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സൈഡിൽ കാണിക്കണം. ഈവൻ 2 പിന്നെയും ഓക്കെയാണ്. ഇതിപ്പോൾ 4 വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഉറപ്പായിട്ടും എഴുതി കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം ഫാമിലി എയുടെ ടോട്ടൽ നോക്കി 35. ആ 35 വരച്ചു. ഇനി അതിൽ തന്നെ ഫുഡിന് 20. അപ്പം മിസ്ലേനിയസ് എന്ന കാറ്റഗറിയിൽ എനിക്ക് അവിടെ നിന്ന് എന്ത് കിട്ടും? ഒരു 20 കൂടെ കുറഞ്ഞ് കിട്ടും. കുറഞ്ഞല്ലോ, കൂടി കിട്ടും. സോ ഇപ്പോൾ നമ്മൾ 35 കൊണ്ട് എഴുതി. ആ 35ൽ ഫാമിലി എയിൽ ഫുഡിൻ്റെ എക്സ്പെൻസ് ആയിട്ടുള്ള 20 ആദ്യം മാർക്ക് ചെയ്തു. വൈറ്റ് കളറിൽ കണ്ടോ? ആ പ്ലെയിൻ വൈറ്റിൽ ഫുഡ് മാർക്ക് ചെയ്തു. അടുത്തത് അവരുടെ തന്നെ എഡ്യൂക്കേഷൻ വേണം. എഡ്യൂക്കേഷൻ ഒരു സൈഡിൽ നിന്ന് കാണിക്കുന്ന ഒരു ചെറിയൊരു വെട്ടുള്ള കോളമാണ് കാണിക്കുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ കാണിക്കുമ്പോൾ എത്രയാണ്? 10 എന്ന് പറഞ്ഞാൽ നിലവിൽ 20-ലല്ലേ നിൽക്കുന്നേ, അതിൻ്റെ കൂടെ ഒരു 10 കൂട്ടണം. അതായത് 20 + 10 30 വരും. കണ്ടോ? ഇനി മിസ്ലേനിയസ് എന്ന് വെച്ചാൽ മിച്ചമുള്ളത്. അത് ഓൾറെഡി എന്താണ് മിച്ചമുള്ളത്? നിങ്ങൾക്ക് കിട്ടുന്ന എത്രയാണ്? 5 ആണ് മിച്ചമുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ആരെ കറസ്പോണ്ട് ചെയ്യുന്നത്? മിസ്ലേനിയസിനെ കറസ്പോണ്ട് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആ ഒരു ബാറ് കിട്ടി. ഫാമിലി എയുടെ ബാറ് കിട്ടി. ഏറ്റവും ടോട്ടൽ 35 വരച്ചു. ആ 35-ൽ നിന്നും സബ് ഡിവിഷൻസ് എടുക്കുകയാണ്. സബ് ഡിവിഷൻസ് തന്നിരിക്കുന്ന വാല്യൂവിൻ്റെ ഓർഡറിലാണ് എടുക്കുന്നത്. ഇതേ രീതിയിൽ ഫാമിലി ബിയും ഫാമിലി സിയും വരയ്ക്കുക. അതായത് ഫാമിലി ബി എടുക്കുന്നു. ഫാമിലി ബിയുടെ വാല്യൂ എത്രയാണ്? ടോട്ടൽ വാല്യൂ 50 ആണ്. അപ്പോൾ 50 വരെ വന്ന വലിയൊരു ബാർ വരയ്ക്കുന്നു. ദെൻ ആഫ്റ്റർ ദാറ്റ് അതിന് ഫാമിലി സി ആയിരുന്നു. ഫാമിലി സിയിൽ ഫാമിലി സിയും കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഫാമിലി ബി കംപ്ലീറ്റ് ചെയ്യട്ടെ. ആഫ്റ്റർ ദാറ്റ് ഫാമിലി സി. ഫാമിലി ബിയിൽ 35, 15 ഇങ്ങനെയാണ് വാല്യൂസ്. ഞാൻ പറഞ്ഞ പോലെ ടോട്ടൽ 50 ആണ്, അത് വരച്ചു. ദെൻ ഫാമിലി ബിയുടെ ഫുഡിൻ്റെ വാല്യൂ 30 കാണിച്ചു. ദെൻ എഡ്യൂക്കേഷൻ അതിൻ്റെ മുകളിലോട്ട് 30-ൻ്റെ മുകളിലോട്ട് 35 വരെ ഒരു വാല്യൂ കാണിച്ചു. ദെൻ മിസ്ലേനിയസ് എന്ന് പറയുന്നത് 35-ൻ്റെ മുകളിലോട്ട് 15 ഒറ്റടിക്ക് കാണിക്കുമായിരുന്നു. സോ ടോട്ടൽ 50. സിമിലർലി ഫാമിലി സി. ഫാമിലി സിയുടെ ടോട്ടൽ 25 ആണ്, അത് ആദ്യമേ വരച്ചു. ദെൻ ഫുഡിന് 10 വരച്ചു. അതിൻ്റെ മുകളിലോട്ട് എഡ്യൂക്കേഷന് 10, അതായത് 20-യുടെ നേരെ വരും. ദെൻ അതിൻ്റെ മുകളിലോട്ട് ഒരു 5. അപ്പോൾ ടോട്ടൽ 25. ഇങ്ങനെയാണ് സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം വരയ്ക്കുന്നത്. നിങ്ങളുടെ സൂപ്പർ സീനിയേഴ്സിറ്റി യൂണിവേഴ്സിറ്റി എക്സാമിൽ ഉണ്ടായിരുന്ന ഒരു 15 മാർക്സ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഓക്കെ, അതേ മോഡലൊരു ക്വസ്റ്റ്യൻ ആണ്. ഡു ഇറ്റ് ആസ് ഹോംവർക്ക്. 4. ഓക്കെ, ദെൻ പൈ ഡയഗ്രാം ആണ് അത് വേണ്ട. നമുക്ക് തൽക്കാലം ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.